നമുക്കറിയില്ല എന്ന് നമ്മൾ അംഗീകരിക്കുക. ആ പ്രപഞ്ചശക്തിയുടെ കയ്യിൽ ആ പ്രപഞ്ചശക്തിയെ വിശ്വസിച്ച് ആ പ്രപഞ്ചശക്തിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം ആ പ്രപഞ്ചശക്തിയല്ലേ നമ്മളെ ഇപ്പോഴും നിലനിർത്തുന്നത്. ഒരു ശ്വാസം നമുക്ക് എടുക്കണമെങ്കിൽ പോലും ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം വേണ്ടേ? നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരം നമ്മൾ ദഹിക്കണമെങ്കിൽ ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം വേണ്ടേ? നമുക്ക് ചിന്തിക്കണമെങ്കിലും പറയണമെങ്കിലും കേൾക്കണമെങ്കിലും ആ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം വേണ്ടേ? ആ പ്രപഞ്ചശക്തിയാണ് നമ്മുടെ ശരിക്കുള്ള അമ്മ. ആ പ്രപഞ്ചശക്തിയാണ് നമ്മളെ ശരിക്കും മടിയിൽ കൊണ്ട് നടക്കുന്നത്, കയ്യിൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ പ്രപഞ്ചശക്തിയാണ് നമ്മൾ അകത്തും പുറത്തും നിലനിന്ന് നമ്മളെ പരിപാലിക്കുന്നത്. അപ്പോൾ ആ പ്രപഞ്ചശക്തി വിശ്വസിക്കാൻ എന്താ പ്രയാസം? വിശ്വസിക്കാതിരിക്കാനാണ് പ്രയാസം. ആ പ്രപഞ്ചശക്തിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ എന്താ പ്രയാസം? വാസ്തവത്തിൽ നമ്മൾ ആ പ്രപഞ്ചശക്തി കയ്യിൽ തന്നെയാണ്. നമ്മൾ ഏൽപ്പിച്ചാലും ഏൽപ്പിച്ചില്ലെങ്കിലും ഏൽപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു കിട്ടും. നമ്മുടെ ഈഗോയുടെ പിടിയിൽ നിന്ന് അഹങ്കാരത്തിൻ്റെ ഭാരം നമ്മുടെ തലയിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ നമുക്ക് പറ്റുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ പറയുന്നത് ട്രെയിനിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തലയിൽ ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. ഈശ്വരനിലാണ് നമ്മൾ യാത്ര, ഈശ്വരനാകുന്ന ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്തിനാണ് സ്വന്തം ഭാരങ്ങൾ സ്വന്തം തലയിൽ തന്നെ ചുമന്ന് കഷ്ടപ്പെടുന്നത്? ഈ ഭാരങ്ങളെല്ലാം അവിടെ ഇറക്കി വയ്ക്കുക. കാരണം ഈശ്വരൻ മാത്രം ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സ്വന്തം ശക്തി കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈശ്വരൻ പരിഹരിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, ഈശ്വരനെല്ലാം സമർപ്പണം ഉണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക ഒരു പ്രയാസമുള്ള കാര്യമല്ല. നമുക്ക് സന്തോഷമായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മനസ്സിനാണ് ആശ്വാസം കിട്ടുന്നത്, വേറെ ആർക്കും അല്ല. നമ്മുടെ മനസ്സിന് ശാന്തി സന്തോഷമുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ശാന്തി സന്തോഷം ഉണ്ടാവും. നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തി മേഖലയിൽ ശാന്തി സന്തോഷം ഉണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കളുടെ ശാന്തി സന്തോഷം ഉണ്ടാവും. നമ്മുടെ കൊച്ചു സമൂഹത്തിലൊരു ശാന്തിയുടെ പ്രകാശം പരത്താൻ നമുക്ക് പറ്റും. അത് മതി. 1000 ദീപങ്ങൾ കത്തിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ പ്രകാശമാനമായി തീരും. നമുക്ക് ഈ സമൂഹത്തെ തന്നെ നമുക്ക് പ്രകാശമാനമായിട്ട് മാറ്റാൻ പറ്റും. ഭാരതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അനർത്ഥമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. അപ്പം അതിനൊക്കെയുള്ള ആ ഇരുണ്ട രാത്രികളാണ് നമുക്ക് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ പോലും അതിന് ശേഷം ഒരു വിജയദശമി ഉണ്ട് എന്നുള്ള ഒരറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പം നമ്മുടെ കാലഘട്ടങ്ങൾ എത്ര കഠിനതരങ്ങളായിക്കൊള്ളട്ടെ, എത്ര ദുരിതങ്ങളിൽക്കൂടെ ദുഃഖങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊള്ളട്ടെ, അതിനപ്പുറം ഒരു പ്രകാശമുണ്ട്. കാരണം നമ്മൾ പിടിച്ചിരിക്കുന്ന ഈശ്വരൻ്റെ കൈകളിലാണ്. ആ ഈശ്വരശക്തിയെ നമ്മൾ ആശ്രയിക്കുന്നിടത്തോളം കാലം നമ്മളെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ ദേവി എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് കാളി രൂപത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ലക്ഷ്മി രൂപത്തിലായിക്കൊള്ളട്ടെ, സരസ്വതി രൂപത്തിലായിക്കൊള്ളട്ടെ, ഏത് രൂപത്തിലായിക്കൊള്ളട്ടെ, ഏത് ഭാവത്തിലായിക്കൊള്ളട്ടെ, ആ ഭാവത്തിലായാലും ശരി അത് ആ പ്രപഞ്ച ശക്തി തന്നെയാണ്. ആ പ്രപഞ്ചശക്തിയുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു അപകടവും വരുത്താൻ ആർക്കും സാധ്യമല്ല. മഹാഭാരത യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് യോദ്ധാക്കൾ കൊല്ലപ്പെട്ടു. ഭീഷ്മരെ പോലെയുള്ള ഇച്ഛാമൃത്തിയായിട്ടുള്ള വ്യക്തികളോടും ശരശയ്യയ്ക്ക് മേൽ പതിച്ചു. കർണനെ പോലെ ഒരു അജയ്യന് ആ കവചകുണ്ഡങ്ങൾ ധരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനെ കൊല്ലാൻ പോലും സാധിക്കുമായിരുന്നില്ല. അവരെല്ലാം മരിച്ചു. ഈ മരണമില്ലാത്ത അശുദ്ധമാവും കൃപരും പോലും യുദ്ധകളത്തിൽ പരാജയപ്പെട്ടു. അവർക്ക് ആ ശരീരം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാം തകർന്നു വീണു. പക്ഷേ പാണ്ഡവർക്ക് ഒന്നും സംഭവിച്ചില്ല. അവർക്ക് പ്രത്യേകിച്ച് ബലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരാരും ചിരഞ്ജീവികളായിരുന്നില്ല. അവർക്ക് ഇങ്ങനെ കവചകുണ്ഡങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അവർ സംരക്ഷിക്കപ്പെട്ടു. കാരണം അവർ ഭഗവാനെ ആശ്രയിച്ചത്, ഭഗവാന്റെ ശക്തിയിലാണ് അവർ വിശ്വസിച്ചത്. അപ്പോൾ അതുപോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഇനി നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറയല്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു മനുഷ്യ ശരീരം എടുത്ത ഒരു ദേവി നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ അമ്മയുടെ പ്രവൃത്തികൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന ശാന്തി സമാധാനം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മറ്റുള്ളവർക്ക് എല്ലാ അമ്മയ്ക്ക് ശാന്തി സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ആ ശാന്തി സമാധാനം സ്വീകരിച്ചുകൂടാ? ആ സ്വീകരിക്കാനുള്ള തുറന്നൊരു മനസ്സ് മാത്രം പോരെ നമുക്ക്. അപ്പം നമ്മൾ ആ ഒരു മനസ്സോടുകൂടി അമ്മയെ സമീപിക്കുക, അമ്മയുടെ ആ ശക്തിയെ ഉൾക്കൊള്ളുക, അമ്മയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ ആ ശക്തി നമ്മളെ സംരക്ഷിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, അകത്തും പുറത്തുമുണ്ട്. അവിടെ വള്ളിക്കാവിൽ ഇരിക്കുന്ന ഒരു 5 അടി പൊക്കമുള്ള സ്ത്രീ അല്ല അമ്മ എന്ന് പറയുന്നത്. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്, ശക്തിയാണ്. നമ്മുടെ ബോധസ്വരൂപമായിട്ട് ഊണിലും ഉറക്കത്തിലും എല്ലാം നമ്മുടെ കൂടെയുള്ള ശക്തിയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ അമ്മയെ ആശ്രയിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് അമ്മയുടെ മടിത്തട്ടിൽ തന്നെ ഇരിക്കാൻ സാധിക്കും. അമ്മയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചുറ്റും എത്ര വലിയ പേമാര് സംഭവിക്കട്ടെ, എത്ര വലിയ കൊടുങ്കാറ്റ് വീശട്ടെ, എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കട്ടെ, സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുള്ളട്ടെ, നമ്മൾ അമ്മയുടെ കയ്യിൽ സുരക്ഷിതരാണെന്ന് ബോധമുണ്ടെങ്കിൽ
ഇതിനെയെല്ലാം നമുക്ക് ഒരു സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ട് നമ്മുടെ കർത്തവ്യം എന്താണോ, ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് നിറവേറ്റാൻ പറ്റും. നിഷ്ക്രിയായിട്ടിരിക്കാനല്ല പറയുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കാഴ്ചക്കാരനായിട്ട് മാറി നിൽക്കാനല്ല പറയുന്നത്. നമുക്ക് സമൂഹത്തിലൊരു ധർമ്മമുണ്ട്, നമുക്കൊരു കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് നിശ്ചിന്തരായിട്ട് നിർവഹിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. നമുക്ക് സ്വയം ഭാരം ചുമക്കാതെ വളരെ ലാഘവത്തോടു കൂടി അവിടെ ഉത്സാഹത്തോടും ഒരു ആത്മവിശ്വാസത്തോടും കൂടി നമുക്ക് നമ്മുടെ ധർമ്മം നിറവേറ്റിക്കൊണ്ടുപോകാൻ സാധിക്കും. കാരണം നമ്മുടെ പിന്നിലുള്ള ശക്തി ആ പ്രപഞ്ചശക്തിയാണ്, ഈശ്വരശക്തിയാണ്. ആ ഈശ്വരശക്തി ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ആ ഈശ്വരശക്തി മാത്രമാണ് പ്രപഞ്ചത്തിൽ ശാശ്വതമായിട്ടുള്ളത്, മാറ്റമില്ലാത്തതായിട്ടുള്ളത് ആ ഈശ്വരശക്തി മാത്രമാണ്, അമ്മ മാത്രമാണ്. അപ്പോൾ ആ അമ്മയെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം സംഭവിക്കും. ആ വിജയം നമ്മുടെ തന്നെയാണ്. അതാണ് ശരിയായിട്ടുള്ള വിജയം. ബാക്കി വിജയങ്ങളൊന്നും വിജയങ്ങളല്ല, വിജയം തോന്നിക്കുന്ന പരാജയങ്ങളാണ്. അപ്പോൾ ശരിയായിട്ടുള്ള വിജയം നമ്മൾ ഈശ്വരൻ്റെ ശരിയായൊരു ഉപകരണമായിട്ട് മാറുമ്പോഴാണ്. ആ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിന് നവരാത്രി കാലം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നവരാത്രിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ചർച്ച പോയി. അപ്പം ഇന്ന് വരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കും. അപ്പം ഞാനിവിടെ നിന്ന് നിങ്ങളോട് പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സംശയങ്ങൾ പലപ്പോഴും എൻ്റെ അടുത്ത് എത്തിച്ചേരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് സന്ധ്യാദീപത്തിന് എഴുതുക. അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സന്ധ്യാദീപത്തിന് എഴുതി ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ തുറന്ന് സംസാരിക്കാം.